നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കണമെന്ന നിലപാട് UDF നേതൃത്വം ആവർത്തിച്ചു. എന്നാൽ UDF പ്രവേശനം അനിശ്ചിതത്വത്തിലായതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് അൻവറിന്റെ നീക്കം. വൈകിട്ട് 4 മണിക്ക് നിലമ്പൂരിൽ തൃണമൂൽ സംസ്ഥാന നേതൃത്വം ചേർന്നതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. അതേസമയം PV അൻവർ LDFന് പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തതെന്നും ഇതിനുള്ള മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ നൽകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സമഗ്ര വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. PV അൻവറിനെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിലും കോൺഗ്രസിലും നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും കോൺഗ്രസ് താഴേക്ക് ഇറങ്ങണ്ട എന്ന നിലപാടാണ് ഒരു വിഭാഗം നേതാക്കന്മാർക്കുള്ളത്. പ്രത്യേകിച്ചും ഇന്നലെ KC വേണുഗോപാൽ കേരളത്തിലുണ്ടായിരുന്നിട്ട് പോലും PV അൻവറിനെ കാണാൻ കൂട്ടാക്കിയില്ല. കാരണം കേരളത്തിലുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് KC വേണുഗോപാൽ KPCC പ്രസിഡന്റിനും ഒപ്പം പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ളവർ PV അൻവറുമായി ചർച്ച നടത്തും. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ PV അൻവർ നടത്തിയ പരാമർശങ്ങൾ അത് കടുത്തുപോയി, സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്നതിന് തുല്യമായി പോയി. ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ തനിക്ക് ഇനി UDF പ്രവേശനത്തിന് സാധ്യതയുള്ളൂ എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നു. അത് മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ UDFനെ മുന്നണിയാക്കില്ല, പകരം ഒരു അസോസിയേറ്റ് മെമ്പർ, ഒരു സഹകാരിയായി ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ സാധ്യതകൾ പോലും ഈ സ്ഥാനാർത്ഥിയെ അവഹേളിച്ചത് പിൻവലിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിലപാടാണ് ഒരു വിഭാഗം നേതാക്കന്മാർക്കുള്ളത്. എന്നാൽ ഒരു തുറന്നു പറച്ചിലിന് KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ തയ്യാറായിട്ടില്ല. മറ്റു നേതാക്കന്മാരാണ്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കന്മാരാണ് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും PV അൻവറുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി ലീഗിനെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് KC വേണുഗോപാലും PV അൻവറും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അൻവർ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തനിക്കിനി ആശ്രയം KC വേണുഗോപാലാണ്. അത്തരത്തിൽ ഒരു നീക്കം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അതിൻ്റെ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. നാളെ എന്തായാലും മഞ്ചേരിയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നിലപാടുകൾ വ്യക്തമാക്കുക. എന്തായാലും അൻവറിനെ പിണക്കണ്ട, ഒപ്പം നിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അതേസമയം ദേശാഭിമാനിയിലൂടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പോലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നു. കാരണം ഇതിനകത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം PV പ്രകാശ് പരാജയപ്പെടാനിടയായ സാഹചര്യം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിലെ പരാമർശങ്ങൾ. പ്രത്യേകിച്ചും PP പ്രകാശിൻ്റെ മകൾ ഫേസ്ബുക്കിലൂടെ നടത്തിയ ചില പരാമർശങ്ങളുണ്ട്, അതിനെ വരെ എടുത്തു പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇന്ന് പത്തനംതിട്ട വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് വെള്ളിയാഴ്ചയോടുകൂടി CPIMൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും, അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാണ് എന്താണെന്നുള്ളതൊക്കെ പ്രഖ്യാപന സമയത്ത് അറിഞ്ഞാൽ മതിയാകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. മാത്രവുമല്ല, PV അൻവറിനെ യൂദാസിനോടൊപ്പം ഉപമിക്കുകയും ചെയ്തു. കാരണം ഒപ്പം കൂട്ടാൻ കൊള്ളാത്ത ആളാണ് PV അൻവർ എന്ന് പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി OLXൽ തിരയുന്നു എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അത് എപ്പോഴും ഇത്തരത്തിലുള്ള വിവരമില്ലായ്മ പറയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും CPIMൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുന്നു. അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കായിക മേഖലയുമായി ബന്ധപ്പെട്ട U ഷറഫ് അലിയുടെ പേരുണ്ട്. അത്തരത്തിൽ 3-4 പേരുകളാണ് പരിഗണിക്കുന്നതെങ്കിൽ പോലും അതിനൊരു വ്യക്തമായൊരു സൂചന നൽകിയിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവസാന വാക്ക് പറയേണ്ടത്. ഇതുവരെയായും മുഖ്യമന്ത്രിയുമായുള്ള കാര്യമായ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ ഒരു CPIMൻ്റെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നേതൃയോഗം ചേർന്നിരുന്നെങ്കിലും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. പകരം നിലമ്പൂരിൽ നിന്നുള്ള ആളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. അത് പിന്നീട് ചർച്ച ചെയ്ത് പരിഗണിക്കാം എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏകദേശം ധാരണയാവും. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയും. നാളെ
CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതേസമയം BDJS-ഉം നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ആശങ്കകൾ ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. NDAയുടെ ഘടകകക്ഷിയായ BDJS തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ BDJS-ന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും ഒപ്പം BJP-യുടെ നേതാക്കന്മാരും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് BDJS അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. BDJS-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും തീരുമാനമുണ്ടായിട്ട് നാളെ പ്രഖ്യാപനമുണ്ടാകും. കാരണം BJP നേരത്തെ തന്നെ ഒരു വലിയ മത്സരം അവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മത്സരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പരമാവധി വോട്ട് സമാഹരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തുണ്ട്. കാരണം അവിടെ വലിയ വേരോട്ടമുള്ള സ്ഥലം അല്ല. 12,000 വോട്ടിനപ്പുറത്തേക്ക് അവിടെ BJP-ക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആണ് BDJS-ലേക്ക് ഈ സ്ഥാനാർത്ഥിത്വം എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നാളെയോടുകൂടി തന്നെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൂടി വന്നു കഴിയുമ്പോഴേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏകദേശം പൂർത്തിയാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും UDF സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമായി തുടങ്ങിയിരിക്കുന്നു. UDF നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. നാളെയോടുകൂടി തന്നെ AICC ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയും ഒപ്പം KC വേണുഗോപാലും അവിടേക്ക് വരും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും CPM അല്പം കൂടി മുമ്പോട്ട് പോയിട്ട് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് 36 ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് ഓരോ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും അതിൻ്റെ ചുമതല നൽകി കഴിഞ്ഞിരിക്കുന്നു. ചിട്ടയായ പ്രവർത്തനം CPM-ന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ആ മേഖലയിലുള്ള നേതാക്കന്മാർക്ക് അത് പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം തന്നെ ചുമതലകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലൊരു മത്സരം CPM കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്ഥാനാർത്ഥിക്കപ്പുറത്തേക്ക് പാർട്ടിക്ക് ഇത് വിജയിക്കുക എന്നുള്ളതാണ് ആവശ്യമായ ഘടകം. കാരണം 2016 പാർട്ടി ഈ സീറ്റ് അൻവറിലൂടെ പിടിച്ചെടുക്കുന്നത്. കഴിഞ്ഞ വർഷം കാര്യമായ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ സീറ്റ് നിലനിർത്താൻ CPM-നായി. അതുപോലെ തന്നെ ഇത് ഇനി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തരംഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം. നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലൂടെ തന്നെ CPM മുന്നോട്ട് പോവുകയും ചെയ്യും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കോൺഗ്രസിന് ഇത് പിടിച്ചെടുക്കണം. സ്ഥാനാർത്ഥിയെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ മാറിക്കൊണ്ട് കോൺഗ്രസിന് ഒറ്റക്കെട്ടായി പോകുമെങ്കിൽ പോലും PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ തരത്തിലെ ചർച്ചയായി മാറുകയാണ്. ആതിര. ബിനോയ്, ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് ചൂട് മുറുകുമ്പോൾ മറ്റൊരു വശത്ത് നിലമ്പൂരിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധി എഴുതുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറഞ്ഞത്.